Benny Benihan ji, Jebi Mather ji, CP Joy ji, NUC Ahmad ji, Zakir Hussain ji, Abdul Mutaib ji, IK Raju ji, senior leaders on the dais, our candidates, VP Sajindran ji and Manoj Mutharan ji, brothers and sisters, workers from both the Congress party and the UDF, friends from the media, I'd like to welcome all of you here today. വേദിയിലിരിക്കുന്ന ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാക്കളെ, സ്ഥാനാർത്ഥികളെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും ഐക്യജനാധിപത്യ മുന്നണിയുടെയും പ്രവർത്തകരെ, അതുപോലെ മാധ്യമ സുഹൃത്തുക്കളെ, ഇവിടെ എത്തിയിട്ടുള്ള സഹോദരി സഹോദരന്മാരെ, നിങ്ങളെ എല്ലാവരെയും ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. I'd also like to welcome the young lady over there holding up that picture. That one. അവിടെയുള്ള ഒരു പെൺകുട്ടി, ആ ചിത്രം ഉയർത്തി കാണിക്കുന്ന ആ പെൺകുട്ടിയെ ഞാൻ കാണുകയാണ്. As Benihan ji just said, this is not simply a fight between the UDF and the LDF. ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഐക്യ ജനാധിപത്യ മുന്നണിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ഇടയ്ക്കുള്ള ഒരു സാധാരണ മത്സരം, പോരാട്ടം മാത്രമല്ല. This is actually a fight between the UDF and a partnership between Narendra Modi and the Chief Minister. ഇത് യഥാർത്ഥത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി ഒരു വശത്തും മറുവശത്ത് നിങ്ങളുടെ മുഖ്യമന്ത്രിയും നരേന്ദ്രമോദിയും തമ്മിലുള്ള പങ്കാളിത്തത്തിനെതിരെയുള്ള ഒരു മത്സരമാണിത്. The LDF is left democratic front. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്നത് ലെഫ്റ്റ് ഇടതു ഡെമോക്രാറ്റിക് ജനാധിപത്യ ഫ്രണ്ട് മുന്നണിയാണ്. They are neither left nor democratic. പക്ഷേ അവര് ഇടതുമല്ല ജനാധിപത്യ സ്വഭാവമുള്ളതുമല്ല. They do not follow left policies and they certainly do not follow democratic policies. അവരൊരിക്കലും ഇടതുപക്ഷ നയം പിന്തുടരുന്നില്ല. നിശ്ചിതമായി ഞാൻ പറയട്ടെ, അവർ അതുപോലെ ജനാധിപത്യവും പിന്തുടരുന്നവരല്ല. In fact, if you ask any left front worker, they will tell you that the left front is no longer a left party. ഒരർത്ഥത്തിൽ നിങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏതെങ്കിലും പ്രവർത്തകരോട് ചോദിച്ചു നോക്കുക, അവർ പറയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇപ്പോൾ ഇടതല്ല എന്ന് തന്നെ അവർ പറയും. For the first time, there are senior leaders from the LDF who are being supported by the UDF. നിങ്ങൾക്കറിയുമോ, ആദ്യമായിട്ടാണ് ഇടതുപക്ഷത്തിൽ മുൻപ് പ്രവർത്തിച്ചിരുന്ന പല മുതിർന്ന നേതാക്കളും ഇന്ന് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പിന്തുണയിലാണ് നിൽക്കുന്നത് എന്നുള്ളത് ആദ്യമായിട്ടാണ്. These are not opportunistic people. They are deeply ideological people. ഇവരാരും അവസരവാദപരമായി പ്രവർത്തിക്കുന്ന ആളുകളല്ല. ഇവർ ആഴത്തിൽ പ്രത്യയശാസ്ത്രപരമായ ബോധ്യമുള്ള ആളുകളാണിവർ. And when you ask them, why have you left the LDF? Why are you fighting an election supported by the UDF? The answer is, there is nothing known as the LDF. അവരോട് നിങ്ങൾ ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് ഇടതുപക്ഷ മുന്നണി വിട്ടത്, എന്തുകൊണ്ടാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പിന്തുണയിൽ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് നേരിടുന്നത് ചോദിക്കുമ്പോൾ അവർ പറയും, ഇപ്പോൾ ഇടത്തായി ഒന്നുമില്ല എന്നാണ് അവർ പറയുന്നത്. And the second point they make is the worst political force in India is the RSS and the BJP. അവർ രണ്ടാമത് പറയുന്ന കാര്യം എന്ന് പറയുന്നത്, ഈ രാജ്യത്തെ ഏറ്റവും മോശമായ രാഷ്ട്രീയ ശക്തി എന്ന് പറയുന്നത് RSS ഉം BJP-യുമാണ്. It is a force that attacks minorities, attacks Christians, Muslims, Sikhs across the country. ആ ശക്തി എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്ന, രാജ്യത്തെ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും സിഖുകളെയും രാജ്യം മുഴുവൻ ആക്രമിക്കുന്ന ഒരു രാഷ്ട്രീയ ശക്തിയാണ്. It has created a civil war in Manipur. മണിപ്പൂരിൽ അവരൊരു ആഭ്യന്തര യുദ്ധം ഉണ്ടാക്കിയിരിക്കുകയാണ്. Where churches have been systematically targeted. വ്യവസ്ഥാപിതമായി പള്ളികളെ ആക്രമിക്കുന്ന രീതിയിലുള്ള ആക്രമണമാണ് മണിപ്പൂരിൽ നടക്കുന്നത്. It assaults nurses from Kerala when they work in Chhattisgarh.
അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് ഛത്തീസ്ഗഡിൽ പ്രവർത്തിക്കുന്ന നഴ്സുമാര് അവിടെ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. These people who have left the LDF have left it also because they do not appreciate the partnership with the BJP. എന്തുകൊണ്ടാണ് ഇടതുപക്ഷത്തിൽ നിന്ന് പുറത്തു വന്ന ഇടതുപക്ഷ നേതാക്കൾ ഇടതുപക്ഷത്തെ വിട്ടത്? അവര് ഇപ്പോഴത്തെ ഇടതിന് BJP-യുമായിട്ടുള്ള പങ്കാളിത്തത്തെ അവർ അംഗീകരിക്കാത്തത് കൊണ്ടുകൂടിയാണ്. You might say to me that this is a very big allegation. ഒരുപക്ഷെ നിങ്ങൾ എന്നോട് പറയുന്നുണ്ടായിരിക്കാം, നിങ്ങൾ ഉന്നയിക്കുന്നത് വലിയൊരു ആരോപണമാണെന്ന്. What is the proof? ഇതിന്റെ തെളിവെന്താണ്? I will tell you the proof. ഞാൻ നിങ്ങളോട് അതിന്റെ തെളിവ് പറഞ്ഞു തരാം. The first proof is that in every single speech Narendra Modi used to talk about religion, temples, God. ആദ്യത്തെ തെളിവെന്ന് പറഞ്ഞാൽ എല്ലാ പ്രസംഗങ്ങളിലും നരേന്ദ്രമോദി അമ്പലങ്ങളെക്കുറിച്ചും മതത്തെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും സംസാരിക്കും. The CPM leaders stole gold from Sabrimala. ശബരിമല ക്ഷേത്രത്തിൽ നിന്ന് CPM-ന്റെ നേതാക്കൾ സ്വർണം മോഷ്ടിക്കുകയാണ് ചെയ്തത്. Imagine, they didn't just go and steal gold from somebody. They stole gold from the house of Ayyappa ji. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അവര് വെറുതെ ആരുടെയെങ്കിലും അടുത്തു നല്ല സ്വർണം കട്ടെടുത്തത്. ശബരിമല ശാസ്താവിന്റെ ക്ഷേത്രത്തിൽ നിന്നാണ് അവർ സ്വർണം കട്ടെടുത്തത്. And they replaced it with brass. അതില്ല, അത് മാത്രമല്ല, അതിന് പകരം അവിടെ ചെമ്പ് വെക്കുകയും ചെയ്തു. Imagine these people are stealing from a god. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ദൈവത്തിന്റെ അടുത്തു നിന്നാണ് ഈ ആളുകൾ മോഷ്ടിക്കുന്നതിനെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. And Narendra Modi has nothing to say. അത് മാത്രമല്ല, നരേന്ദ്രമോദിക്ക് ഇതിനെ കുറിച്ച് ഒന്നും പറയാനില്ല. In one of his speeches, Narendra Modi hasn't raised this issue. ഏതെങ്കിലും ഒരു തന്റെ പ്രസംഗത്തിൽ ഈ പ്രശ്നത്തെക്കുറിച്ച് നരേന്ദ്രമോദി സംസാരിച്ചിട്ടുണ്ടോ? In every single speech, he's talking about God, religion. And then when it comes to Sabrimala, when it comes to the left front's actions, he's quiet. എല്ലാ പ്രസംഗങ്ങളും അദ്ദേഹം ദൈവത്തെക്കുറിച്ചും മതത്തെക്കുറിച്ചും ഇങ്ങനെ സംസാരിക്കും. പക്ഷെ ശബരിമലയുടെ കാര്യം വന്നപ്പോൾ ഇടതുപക്ഷ മുന്നണിയെക്കുറിച്ച് പറയേണ്ട സാഹചര്യം വന്നപ്പോൾ അദ്ദേഹത്തിന് ഒന്നും പറയാനില്ല. No action has been taken on the people who did this, but he's quiet. ഇത് ചെയ്ത ആളുകൾക്കെതിരെ ഒരു നടപടി എടുത്തിട്ടില്ല. പക്ഷെ നരേന്ദ്രമോദി നിശബ്ദനായിരിക്കുകയാണ്. And the second proof, I fight the BJP. I have 36 cases on me. My government house was taken away. My Lok Sabha membership was taken away. I've been interrogated by ED for 55 hours. Every day they attack me. രണ്ടാമത്തെ തെളിവെന്ന് പറയുന്നത്, എനിക്കെതിരെ ഈ രാജ്യത്ത് 36 കേസുകളുണ്ട്. ഞാൻ BJP-RSS-നെ എല്ലാ ദിവസവും ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. എന്റെ ഔദ്യോഗിക വസതി അവർ എടുത്തു മാറ്റി. എന്റെ ലോക്സഭാ അംഗത്വം അവർ റദ്ദാക്കി. ഞാൻ എല്ലാ നിമിഷവും ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. The whole of Kerala knows that the chief minister and his family are corrupt. കേരളത്തിന് മുഴുവൻ അറിയാം, കേരളത്തിന്റെ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ കുടുംബവും അഴിമതിക്കാരാണെന്ന് കേരളത്തിന് മുഴുവനും അറിയാം. Everybody knows that the chief minister does not sleep at night because of the corruption done by his family members. കാരണം എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ ചെയ്തിരിക്കുന്ന അഴിമതി എന്താണെന്നുള്ളത്. മുഖ്യമന്ത്രിക്ക് അതിന്റെ പങ്കിനെ കുറിച്ചും എല്ലാവർക്കും അറിയാം. How come Narendra Modi has taken no action on the chief minister and his family? എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി മുഖ്യമന്ത്രിക്കെതിരെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിനെതിരെയും ഇതുവരെ ഒരു നടപടിയും എടുക്കാത്തത്? How come Narendra Modi doesn't say that the chief minister of Kerala and his family are corrupt? കേരളത്തിലെ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ കുടുംബവും അഴിമതിക്കാരാണെന്ന് എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി പറയാത്തത്? The reason is very simple. അതിന് കാരണം വളരെ ലളിതമാണ്. He uses that to control the chief minister of Kerala. കാരണം കേരളത്തിലെ മുഖ്യമന്ത്രിയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി നരേന്ദ്രമോദി ഈ കാരണമാണ് ഉപയോഗിക്കുന്നത്. Donald Trump says that Narendra Modi calls me sir. ഡൊണാൾഡ് ട്രംപ് പറയുന്നത് നരേന്ദ്രമോദി എന്നെ സർ എന്നാണ് വിളിക്കുന്നതെന്നാണ്. He says whenever I pick up the phone and call Mr. Narendra Modi says, yes sir, what can I do for you sir? ഡൊണാൾഡ് ട്രംപ് എന്താണെന്ന് പറയുന്നതെന്നറിയാം. എപ്പോൾ ഞാൻ ഫോൺ എടുത്ത് നരേന്ദ്രമോദിയെ വിളിച്ചാലും നരേന്ദ്രമോദി ഫോൺ എടുത്തിട്ട് യെസ് സർ, താങ്കൾക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് നരേന്ദ്രമോദി എന്നോട് പറയുന്നത്. Why? എന്തുകൊണ്ടാണിത്? Because of Epstein. എപ്സ്റ്റീൻ കാരണമാണ് ഇത് സംഭവിക്കുന്നത്. Because Narendra Modi's true character is hidden in the Epstein files. കാരണം നരേന്ദ്രമോദിയുടെ ശരിക്കുമുള്ള സ്വഭാവം എപ്സ്റ്റീൻ ഫയലുകളിൽ ഒളിഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. Everybody knows the true character of the man. ഇദ്ദേഹത്തിന്റെ യഥാർത്ഥത്തിലുള്ള സ്വഭാവം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. The second reason is Mr. Adani.
രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് മിസ്റ്റർ അദാനിയാണ്. Adani is not a normal company. അദാനി എന്ന് പറയുന്നത് ഒരു സാധാരണ കമ്പനി അല്ല. It is the financial system of the BJP. അത് BJP-യുടെ സാമ്പത്തിക സംവിധാനമാണ് അദാനി. It's their system, it's their financial weapon. അത് അവരുടെ വ്യവസ്ഥയാണ്, അവരുടെ സാമ്പത്തിക ആയുധമാണ്. Narendra Modi hands Indian infrastructure to Adani, and Adani supports Narendra Modi with media, with finance, with money, with all the support he needs. ഈ രാജ്യത്തിന്റെ ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യം മുഴുവൻ നരേന്ദ്രമോദി അദാനിക്ക് കൊടുക്കുന്നു. പകരം തിരിച്ച് നരേന്ദ്രമോദിക്ക് അദാനി നൽകുന്നത് മാധ്യമ പിന്തുണ, അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ നിർമ്മിക്കാനുള്ള സാമ്പത്തിക സഹായം, ഇതൊക്കെ അദാനി മോദിക്ക് തിരിച്ചു നൽകുന്നു. Donald Trump knows this. ഇത് ഡൊണാൾഡ് ട്രംപിന് അറിയാം. So he's put a case against Adani in America. അതുകൊണ്ട് അമേരിക്കയിൽ അദാനിക്കെതിരെ ഡൊണാൾഡ് ട്രംപ് ഒരു കേസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. Criminal case. ഒരു ക്രിമിനൽ കേസ്. Adani cannot go to Europe or America. അദാനിക്ക് അമേരിക്കയിലേക്ക് യൂറോപ്പിലേക്ക് പോകാൻ സാധിക്കില്ല. But the case is not targeted at Adani, the case is targeted at Modi. പക്ഷേ ഈ കേസ് എന്ന് പറയുന്നത് അദാനിയെ ലക്ഷ്യം വെച്ചിട്ടുള്ളതല്ല, ഈ കേസ് നരേന്ദ്രമോദിയെ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ്. I know, because when I started to say this in Parliament House, in the Lok Sabha, and you can watch the video, the Prime Minister ran away from there. കാരണം ഞാൻ എന്താ ഇത് പറയുന്നതെന്നറിയോ? നിങ്ങൾക്ക് ആ വീഡിയോ കാണാം. ഞാൻ ഈ വിഷയത്തെ പറ്റി സംസാരിക്കാൻ പാർലമെന്റിൽ എഴുന്നേറ്റ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി പാർലമെന്റിൽ നിന്ന് ഓടി ഒളിക്കുകയാണ് ചെയ്തത്. You watch. The moment I was in Lok Sabha, I saw it. The moment I started to say Epstein, his hand started to shake. ഞാനത് ശ്രദ്ധിച്ചതാണ്. ഞാൻ എപ്സ്റ്റീൻ എന്ന് പറയാൻ പാർലമെന്റിൽ തുടങ്ങിയപ്പോൾ നരേന്ദ്രമോദിയുടെ കൈകൾ വിറയ്ക്കാൻ തുടങ്ങിയത് ഞാൻ കണ്ടതാണ്. And he told Amit Shah, make him keep quiet, make him keep quiet, make him keep quiet. അത് മാത്രമല്ല, അമിത്ഷായോട് പറഞ്ഞു അദ്ദേഹത്തെ അവിടെ നിർബന്ധിച്ച് സംസാരിക്കാതിരിക്കാൻ ശ്രമിക്കുമെന്ന് അമിത്ഷായോട് പറയുകയുണ്ടായിരുന്നു. Then Amit Shah looked at the speaker. അത് അന്നേരം അമിത്ഷാ അത് സ്പീക്കറിനോട് പറഞ്ഞു. And for 4 hours they did not let me speak. എന്നിട്ട് 4 മണിക്കൂർ അവരെന്നെ സംസാരിക്കാൻ സമ്മതിച്ചതേയില്ല. And then after that Modi ran away. അതിനുശേഷം മോദി പാർലമെന്റിൽ നിന്ന് ഓടിപ്പോയാ ചെയ്തത്. But the problem for Modi is that Modi cannot run away from Trump. പക്ഷെ നരേന്ദ്രമോദിയുടെ പ്രശ്നം എന്താണെന്നറിയാം? ഇന്ത്യൻ പാർലമെന്റിൽ നിന്ന് ഓടി കളിക്കാം, പക്ഷെ ട്രംപിന്റെ അടുത്തു നിന്ന് ഓടി കളിക്കാൻ നരേന്ദ്രമോദിക്ക് ആവില്ല. That is why he signed the US-India deal and gave away Indian agriculture, gave away Indian business, gave away India's oil security, gave away India's data to America. അതുകൊണ്ടാണ് നരേന്ദ്രമോദി ട്രംപുമായിട്ട് ഒരു വ്യാവസായിക ഉടമ്പടി ഒപ്പുവെച്ചിട്ട് ഇന്ത്യയുടെ കാർഷിക മേഖല, ഇന്ത്യയുടെ വിവരശേഖരം, ഇന്ത്യയുടെ അതുപോലെ തന്നെ ഊർജ്ജ സുരക്ഷ, ഇതെല്ലാം ഇന്ത്യൻ വ്യവസായങ്ങൾ, ഇതൊക്കെ അമേരിക്കയ്ക്ക് തുറന്നു കൊടുത്തു. Imagine India cannot buy oil from who it likes. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇന്ത്യക്ക് ആരിൽ നിന്ന് എണ്ണ വാങ്ങിക്കണമെന്ന് ആഗ്രഹമുണ്ടോ അവരിൽ നിന്ന് എണ്ണ വാങ്ങിക്കാൻ സാധിക്കില്ല. Even if Russia or Iran or Iraq give India really cheap oil, India cannot take it from them without permission of the United States. അമേരിക്കയുടെ അനുവാദമില്ലാതെ റഷ്യയോ ഇറാനോ ഇറാഖോ നമുക്ക് കുറഞ്ഞ വിലയിൽ എണ്ണ തന്നാലും അമേരിക്കയുടെ അനുവാദമില്ലാതെ നമുക്കത് വാങ്ങിക്കാൻ സാധിക്കില്ല. This is the power of control in politics. രാഷ്ട്രീയത്തിൽ നിയന്ത്രണത്തിന്റെ ശക്തി എന്ന് പറയുന്നത് ഇതാണ്. Donald Trump controls Narendra Modi, and so he controls the entire policy structure of India. നിങ്ങൾക്കറിയോ, ഡൊണാൾഡ് ട്രംപ് നരേന്ദ്രമോദിയെ നിയന്ത്രിക്കുന്നതിലൂടെ ഈ രാജ്യത്തിന്റെ മുഴുവൻ നയപരമായ ഘടനയെ നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത്. To save his own image, Narendra Modi has destroyed India's future. സ്വന്തം പ്രതിച്ഛായ സംരക്ഷിക്കുന്നതിന് വേണ്ടി നരേന്ദ്രമോദി ഇന്ത്യയുടെ ഭാവിയെ ഇല്ലാതാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. Indian farmers, Indian youngsters, Indian laborers, Indian small businesses are going to suffer because of his actions. ഇന്ത്യയിലെ കർഷകർ, ഇന്ത്യയിലെ ചെറുകിട തൊഴിലാളികൾ, ചെറുകിട കച്ചവടക്കാർ, ഇന്ത്യയിലെ തൊഴിലാളികളെല്ലാം അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ മൂലം ധാരാളം ദുരിതം അനുഭവിക്കാൻ പോവുകയാണ്. You will see now in the next few months the devastation that is coming because of rising fuel prices. നിങ്ങൾ അടുത്ത 2-3 മാസങ്ങളിൽ ഇവിടെ ഉണ്ടാകുന്ന ഇന്ധന വില വർദ്ധിക്കുന്നത് മൂലം ഉണ്ടാകാൻ പോകുന്ന വലിയ നാശം നിങ്ങൾ കാണാൻ പോകുന്നതേ ഉള്ളൂ. In fact, Donald Trump says that whenever Modi calls me, he calls me sir. അത് മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ ഡൊണാൾഡ് ട്രംപ് പറയുകയാണ്, എപ്പോഴൊക്കെ മോദി എന്നെ വിളിക്കുവോ അപ്പോഴൊക്കെ മോദി എന്നെ സർ എന്നാണ് വിളിക്കുന്നത്. And publicly he says I can destroy Narendra Modi's career whenever I want. അത് മാത്രമല്ല, പരസ്യമായിട്ട് ഡൊണാൾഡ് ട്രംപ് പറയും, ഞാൻ എപ്പോൾ വേണമെന്ന് വിചാരിച്ചാലും നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ ജീവിതം എനിക്ക് ഇല്ലാതാക്കാൻ സാധിക്കും. And he is telling the truth, he can. യഥാർത്ഥത്തിൽ അദ്ദേഹം പറയുന്നത് സത്യമാണ്, അദ്ദേഹത്തിന് അത് ചെയ്യാൻ സാധിക്കും. And the same control Donald Trump has on Modi, Modi has on your chief minister.
എങ്ങനെയാണോ നരേന്ദ്രമോദിയിൽ ഡൊണാൾഡ് ട്രംപിന് നിയന്ത്രണമുള്ളത്, അതേ നിയന്ത്രണമാണ് നരേന്ദ്രമോദിക്ക് നിങ്ങളുടെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയിലുള്ളത്. That is the crux. That's the crux of the matter. That's the crux of the matter. അതിന്റെ ഈ പറയുന്ന കാര്യത്തിന്റെ കാതൽ സത്ത എന്ന് പറയുന്നത് അതാണ്. Your chief minister is actually not a left chief minister. നിങ്ങളുടെ മുഖ്യമന്ത്രി യഥാർത്ഥത്തിൽ ഒരു ഇടതു മുഖ്യമന്ത്രി അല്ല. He's a right wing puppet. അദ്ദേഹം വലതുപക്ഷത്തിന്റെ കയ്യിലുള്ള ഒരു കോമാളിയാണ് അദ്ദേഹം. And he will do exactly what the right wing tells him. അദ്ദേഹം വലതുപക്ഷത്തിന്റെ കയ്യിലുള്ള ഒരു പാവയാണ്. നരേന്ദ്രമോദി എന്താണോ പറയുന്നത് അത് തന്നെയാണ് അദ്ദേഹം ചെയ്യുന്നത്. 1 out of 3 youngsters in Kerala is unemployed. കേരളത്തിലെ 3 ചെറുപ്പക്കാരിൽ ഒരാൾക്ക് തൊഴിലില്ലാത്ത സാഹചര്യം. You want a job in Kerala, you have to be affiliated to the left front. നിങ്ങൾക്ക് കേരളത്തിൽ ഒരു ജോലി വേണമെങ്കിൽ ഇടതുപക്ഷവുമായിട്ട് ബന്ധമുള്ള ആളായിരിക്കണം നിങ്ങൾ. Drugs are rampant in Kerala. മയക്കുമരുന്ന് കേരളത്തിൽ ഇന്ന് വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. You are leading the country in drugs. അത് മയക്കുമരുന്നിന്റെ കാര്യത്തിൽ രാജ്യത്ത് മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു. The chief minister and his family are rolling in money, but Kerala is in debt of 6 lakh crores. മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ കുടുംബവും സമ്പത്ത് ഇങ്ങനെ സമാഹരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേരളം കോടിക്കണക്കിന് രൂപയുടെ കടക്കെണിയിലാണുള്ളത്. Sabrimala gold is stolen, healthcare infrastructure is collapsing. ഇവിടെ ശബരിമലയിൽ നിന്ന് സ്വർണം മോഷ്ടിക്കപ്പെട്ടു. അതുപോലെ തന്നെ കേരളത്തിന്റെ ആരോഗ്യ സംവിധാനം, ആരോഗ്യ വ്യവസ്ഥ തകർന്നുകൊണ്ടിരിക്കുകയാണ്. The chief minister is so worried about saving his family that he cannot even think of a vision for the future of Kerala. നമ്മുടെ സ്വന്തം കുടുംബത്തെ പറ്റി വളരെയധികം വിഷമിച്ചിരിക്കുന്ന മുഖ്യമന്ത്രിക്ക് ഈ സാഹചര്യത്തിൽ കേരളത്തിന്റെ ഭാവിയെക്കുറിച്ചൊന്ന് ചിന്തിക്കാൻ പോലും അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. He has done nothing about the fact that 75% of Kerala's paddy farmers are in debt. കേരളത്തിലെ 75% വരുന്ന നെൽ കർഷകർ കടത്തിലാണ് എന്ന കാര്യത്തെക്കുറിച്ച് അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല. Or that there are massive delays in procurement of paddy. അതുമാത്രമല്ല നെല്ല് സംഭരണത്തിൽ വളരെ വലിയ കാലതാമസം വരുന്നു എന്നതിനെ കുറിച്ച് അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല. His mind is elsewhere. അദ്ദേഹത്തിന്റെ മനസ്സ് വേറെ എവിടെയോ ആണ്. So what is the UDF going to do for the people of Kerala? അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ ഐക്യജനാധിപത്യ മുന്നണി കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്യാൻ പോകുന്നത്? The first thing we are going to do is we are going to protect and empower the women of Kerala. ഞങ്ങൾ ചെയ്യാൻ പോകുന്ന ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് കേരളത്തിലെ സ്ത്രീകളെ സംരക്ഷിക്കാനും അവരെ ശാക്തീകരിക്കാനും പോകുന്നു എന്നതാണ് ഞങ്ങൾ ആദ്യമായി ചെയ്യാൻ പോകുന്നത്. The first action that we are going to take is going to make bus travel across the state free for all of Kerala's women. കേരളത്തിലെ എല്ലാ സ്ത്രീകൾക്കും സംസ്ഥാനം മുഴുവനുള്ള ബസ് യാത്ര, സർക്കാർ ബസ്സുകളിലെ ബസ് യാത്ര സൗജന്യമാക്കാൻ പോകുന്നു എന്നതാണ് ഞങ്ങൾ ആദ്യമായി ചെയ്യാൻ പോകുന്നത്. Wherever you want to travel in the state, you will do so for free. നിങ്ങൾക്ക് എപ്പോൾ കേരളത്തിൽ യാത്ര ചെയ്യണം ആഗ്രഹമുണ്ടോ അപ്പോൾ നിങ്ങൾ സൗജന്യമായിട്ടാണ് യാത്ര ചെയ്യാൻ പോകുന്നത്. And every single young Kerala woman who's in college or in university is going to get 1,000 rupees a month every month until she is in college. കേരളത്തിൽ കോളേജിലോ സർവകലാശാലയോ പഠിക്കാൻ പോകുന്ന ഓരോ പെൺകുട്ടിക്കും ആ പഠനം പൂർത്തിയാക്കുന്നത് വരെ ഓരോ മാസവും 1000 രൂപയാണ് ഞങ്ങൾ നൽകാൻ പോകുന്നത്. Everyone knows that women are treated unfairly in society. നമുക്ക് എല്ലാവർക്കും അറിയാം സ്ത്രീകളെ നല്ല രീതിയിലല്ല ഇന്ത്യൻ സമൂഹത്തിൽ സ്ത്രീകളോട് പെരുമാറുന്നതും പരിഗണിക്കുന്നതും നമുക്കറിയാം. It's a male dominated society. ഇതൊരു പുരുഷാധിപത്യ സമൂഹമാണ്. And we want women to be empowered. നമുക്ക് ആ സമൂഹത്തിൽ സ്ത്രീകളെ ശാക്തീകരിക്കേണ്ട ആവശ്യമുണ്ട്. We want them to enter every field they can imagine. അവർക്ക് സങ്കല്പിക്കാൻ സാധ്യമായ എല്ലാ മേഖലകളിലും അവർ പ്രവേശിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. You want to become a doctor, a lawyer, a judge, a bureaucrat, you want to join the army, you want to be a housewife, whatever it is you want to do, we want to help you do it. നിങ്ങൾക്കൊരു ഡോക്ടർ ആകണോ, വക്കീലാകണമോ, ജഡ്ജ് ആകണോ, അതുപോലെ നിങ്ങൾക്ക് ആർമിയിൽ, ഇവിടുത്തെ സ്ത്രീകൾക്ക് ആർമിയിൽ ചേരണം, നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു അതിലൊക്കെ നിങ്ങളെ പിന്തുണയ്ക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. And that is why we are giving this 1,000 rupees a month every month to Kerala's young women. അതുകൊണ്ടാണ് ഞങ്ങൾ 1000 രൂപ വീതം ഓരോ മാസവും കേരളത്തിലെ പെൺകുട്ടികൾക്ക് നൽകുന്നത്. I said 1 in 3 Kerala youngsters are unemployed. ഞാൻ പറഞ്ഞു കേരളത്തിലെ 3 പേരിൽ ഒരു ചെറുപ്പക്കാരിൽ ഒരാൾ ഇവിടെ തൊഴിലില്ലാത്ത അവസ്ഥയാണെന്നുള്ളതെന്ന് പറഞ്ഞു. We do not believe in helping the really big businesses like Adani and Ambani. പക്ഷേ ഞങ്ങൾ വിശ്വസിക്കുന്നത് അദാനി അംബാനിയും പോലെയുള്ള വലിയ വലിയ വ്യവസായ സ്ഥാപനങ്ങളെ സഹായിക്കുന്നതിലല്ല. We want to create thousands and thousands of entrepreneurs in Kerala. ഞങ്ങൾക്ക് കേരളത്തിൽ ആയിരക്കണക്കിന് സംരംഭകരെ സൃഷ്ടിക്കാൻ സഹായിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. We want to strengthen small businesses
medium businesses. ചെറുകിട ഇടത്തരം വ്യവസായങ്ങളെ ശക്തിപ്പെടുത്തണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. And that is why we are going to give every young person who wants a 5 lakh rupee loan to start their own business. അതുകൊണ്ടാണ് കേരളത്തിൽ വ്യവസായ സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഓരോ ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിക്കും 5 ലക്ഷം രൂപയുടെ പലിശരഹിത വായ്പ നൽകുക എന്ന വാഗ്ദാനം ഞങ്ങൾ This will go a long way in helping Kerala once again restart employment. കേരളത്തിൽ വീണ്ടും തൊഴിലവസരങ്ങൾ കൂടുതൽ ആരംഭിക്കുന്നതിന് ഇത് വീണ്ടും കേരളത്തെ സഹായിക്കും. Senior citizens have their own particular issues. കേരളത്തിലെ നമ്മുടെ നാട്ടിലെ പ്രായമായ മനുഷ്യർക്ക് അവരുടേതായ പ്രത്യേകതരമായ വിവിധ പ്രശ്നങ്ങളുണ്ട്. Life for them is completely different than it is for younger people. നമ്മൾ ചെറുപ്പക്കാരുടെ ജീവിതത്തിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ ജീവിതമാണ് പ്രായമായവർ നയിക്കുന്നത്. And so we want to give them a sense of protection. അതുകൊണ്ട് അവർ സംരക്ഷിക്കപ്പെടുന്നു എന്ന തോന്നൽ നൽകണമെന്ന് ഞങ്ങൾ We ആഗ്രഹിക്കുന്നു. want them to believe that somebody is looking after them. അവരെ നോക്കാൻ ആരെങ്കിലും ഉണ്ട് എന്ന് അവർ വിശ്വസിക്കണമെന്ന് ഞങ്ങൾ And ആഗ്രഹിക്കുന്നു. that is why we are starting a new ministry for senior citizens in the government of Kerala. അതുകൊണ്ടാണ് കേരളത്തിലെ ഗവൺമെന്റിൽ കേരളത്തിലെ മുതിർന്നവർക്ക് വേണ്ടി ഒരു പ്രത്യേക വകുപ്പ് തന്നെ ഞങ്ങൾ ആരംഭിക്കാൻ പോകുന്നത്. And we are also going to increase their pension to 3,000 rupees. അത് മാത്രമല്ല അവരുടെ പെൻഷൻ ഞങ്ങൾ 3000 രൂപയായി ഉയർത്താനും പോവുകയാണ്. Finally, at some point or the other, everybody has someone in their family who falls sick. ഞാൻ അവസാനത്തെ കാര്യത്തെക്കുറിച്ച് പറയട്ടെ. നമ്മുടെ എല്ലാവരുടെയും കുടുംബങ്ങൾ ആരെങ്കിലുമൊക്കെ ഏതെങ്കിലും ഒരു സമയത്ത് അസുഖമുള്ള മനുഷ്യരുണ്ടാവും. Your healthcare system has been collapsed by the left front. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടുത്തെ ആരോഗ്യ സംവിധാനത്തെ പൂർണ്ണമായും തകർത്ത് നശിപ്പിച്ചിരിക്കുകയാണ്. Privatization of hospitals, rising expenses in hospitalization hurts everybody. ഇവിടുത്തെ ആശുപത്രികളുടെ സ്വകാര്യവൽക്കരണം, അതുപോലെ തന്നെ ആശുപത്രികളിലെ വിലയേറിയ വർദ്ധിച്ച ചെലവ്, ഇത് എല്ലാവരെയും ബുദ്ധിമുട്ടിപ്പിക്കുന്ന വേദനിപ്പിക്കുന്ന അവസ്ഥയാണ്. That is why we are inaugurating a completely new healthcare scheme named after our chief minister. അതുകൊണ്ടാണ് നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിയുടെ പേരിൽ ഒരു പുതിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നമ്മൾ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. It doesn't matter what disease a person has, whether it is cancer, whether it is heart disease, diabetes, whether a person needs a surgery. The next government, the UDF government of Kerala, is committed to giving 25 lakh rupees to every single family for healthcare. ഒരു വ്യക്തിക്ക് ഏത് അസുഖമാവട്ടെ, ക്യാൻസർ ആവട്ടെ, പ്രമേഹമാവട്ടെ, അതുപോലെ ഹൃദയ സംബന്ധമായ രോഗമാകട്ടെ, അതുപോലെ ഏതെങ്കിലും ഒരു ശസ്ത്രക്രിയയുടെ ആവശ്യം വരട്ടെ, അടുത്ത് വരുന്ന ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കേരളത്തിലെ ഓരോ കുടുംബത്തിനും 25 ലക്ഷം രൂപയുടെ ആരോഗ്യ പരിരക്ഷ ഇൻഷുറൻസ്. There will be many people listening right now who have relatives, friends, or maybe themselves are sick. ഇപ്പൊ ഇവിടെ തന്നെ ഒരുപാട് പേരുണ്ടായിരിക്കും, ഒരുപക്ഷെ അവരുടെ ബന്ധുക്കളോ അതുപോലെ സുഹൃത്തുക്കളോ അതുപോലെ അവരവർ തന്നെ രോഗബാധിതരായിരിക്കുന്ന അവസ്ഥ ഉണ്ടാവാം. Who are wondering where they will get the money to treat their father, their mother, their sister, maybe themselves. സ്വന്തം അച്ഛനെയോ അമ്മയോ സഹോദരനെയോ സഹോദരിയോ അല്ലെങ്കിൽ തന്നെത്താൻ ചികിത്സിക്കാൻ വേണ്ട പൈസ എവിടെ നിന്ന് കിട്ടും എന്നോർത്ത് വിഷമിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവാം. Heart surgery, cancer, these are very expensive diseases. ഹൃദയ ശസ്ത്രക്രിയ അതുപോലെ ക്യാൻസർ രോഗ ചികിത്സ ഇതൊക്കെ വളരെ ചെലവേറിയതാണ് ഇന്നത്തെ കാലത്ത്. They destroy the finances of entire families. ഒരു കുടുംബത്തിന്റെ മുഴുവൻ സാമ്പത്തിക വ്യവസ്ഥ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. So I want to tell all of you, the moment our government is sworn in, this will not be a problem for you. ഞാൻ നിങ്ങൾക്കൊരു കാര്യം ഉറപ്പ് നൽകാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ഗവൺമെന്റ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ വരുന്ന ആ നിമിഷം മുതൽ ഇത് നിങ്ങൾക്കൊരു പ്രശ്നമല്ലാതായി തീരും. Every single family will have 25 lakh rupees insurance cover in case somebody falls sick or in case they themselves fall sick. ഒരു കുടുംബത്തിൽ ആർക്കെങ്കിലും അസുഖം ഉണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു വ്യക്തി തന്നെത്താൻ ബാധിതയായ അവസ്ഥയാണെങ്കിൽ അവർക്ക് 25 ലക്ഷം രൂപയുടെ ആരോഗ്യ പരിരക്ഷ ഞങ്ങൾ ഉറപ്പു നൽകുന്നതാണ്. This scheme will also transform Kerala's healthcare system. ഈ പദ്ധതി എന്ന് പറയുന്നത് കേരളത്തിലെ ആരോഗ്യ സംവിധാനത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പര്യാപ്തമായതാണ്. The added money will allow many more nurses, doctors and support staff to be trained. ഈ ആരോഗ്യ സംവിധാനത്തിലേക്ക് കൂടുതൽ പൈസ വരുമ്പോൾ നമുക്ക് ധാരാളം ഡോക്ടർമാരും നഴ്സുമാരും ആരോഗ്യ പ്രവർത്തകരും ഈ സംവിധാനത്തിൽ ഉണ്ടാവും. The flow of finance will allow hospitals to better equip themselves. അതുകൊണ്ട് ആശുപത്രികളെ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതാക്കുന്നതിന് അതുപോലെ ഇത് അവരെ സഹായിക്കുകയും ചെയ്യും. So it is not only
protection for families. It is also a financial injection to improve the healthcare system. ഇതെന്ന് പറയുന്നത്, ഈ പദ്ധതി എന്ന് പറയുന്നത് കുടുംബങ്ങൾക്ക് നൽകുന്ന ഒരു സംരക്ഷണം മാത്രമല്ല, കേരളത്തിലെ ആരോഗ്യ സംവിധാനത്തിലേക്ക് പൈസ കുത്തിവെക്കാനുള്ള ഒരു പദ്ധതിയും കൂടെ, പൈസ നിറയ്ക്കാനുള്ള ഒരു പദ്ധതിയും കൂടിയാണ്. I was an MP of Wayanad. ഞാൻ വയനാട്ടിലെ MP ആയിരുന്നു. I spent 5 years as member of Parliament of Kerala. ഞാൻ കേരളത്തിന്റെ ജനപ്രതിനിധിയായി ഇന്ത്യൻ പാർലമെന്റിൽ 5 വർഷമാണ് ചെലവഴിച്ചത്. And I learned a tremendous amount from the people of Kerala. ഞാൻ കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് ഒരുപാട് ഈ കാലത്തിൽ പഠിച്ചിട്ടുണ്ട്. Unity, affection, humility, these are the values of this state. ഐക്യം, സ്നേഹം, വിനയം, ഇതൊക്കെയാണ് കേരളത്തിന്റെ മൂല്യങ്ങൾ എന്ന് പറയുന്നത്. When nurses from Kerala are treating somebody, they do not look at his religion, his caste, his gender or her gender. കേരളത്തിലെ നഴ്സുമാർ ഒരു രോഗിയെ പരിചരിക്കുമ്പോൾ ആ രോഗിയുടെ മതം എന്താണ്, ജാതി എന്താണ്, ലിംഗപദവി എന്താണെന്ന് അവർ നോക്കാറില്ല. They are compassionate, they are sensitive, they are loving. അവര് സഹാനുഭൂതിയുള്ളവരാണ്, സ്നേഹമുള്ളവരാണ്, അവരോട് സംവേദനക്ഷമതയുള്ള മനുഷ്യരാണ്. And when I was being attacked by the RSS, by the BJP, ruthlessly attacked, Kerala is the one which protected me. നിങ്ങൾക്കറിയോ, BJP-യും RSS-ഉം എന്നെ ക്രൂരമായി യാതൊരു കരുണയുമില്ലാതെ നിർദാക്ഷിണ്യം ആക്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഒപ്പം നിന്നത്, എനിക്ക് പിന്തുണ നൽകിയത് കേരളമാണ്, കേരളത്തിലെ ജനങ്ങളാണ്. And Kerala showed me love and affection. കേരളം എന്നെ സ്നേഹവും ഇഷ്ടവും എന്നെ പഠിപ്പിച്ചു. And Kerala embraced me as one of their own. കേരള അവരുടെ സ്വന്തമായി എന്നെ ആലിംഗനം ചെയ്യുകയാണ് ചെയ്തത്. And this is something that I will never forget in the rest of my life. എൻ്റെ ഇനിയുള്ള ജീവിതകാലം മുഴുവൻ ഞാൻ ഒരിക്കലും മറക്കാത്തൊരു കാര്യമാണിത്. Why I am telling you this is because you must know that you have a soldier in Delhi. ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങളോട് ഇത് പറയുന്നതെന്ന് അറിയാമോ? കാരണം നിങ്ങൾ അറിയണം, നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പട്ടാളക്കാരൻ ഡൽഹിയിൽ ഉണ്ടെന്ന്, യോദ്ധാവ് ഡൽഹിയിൽ ഉണ്ടെന്ന് നിങ്ങൾ അറിയണം. And whatever you need, all you have to do is ask me. If you want me to come to Kerala, you want me to say something in Parliament, you want me to raise some issue, you want me to fight for some issue for Kerala, I will always be available. ഞാൻ നിങ്ങളോട് പറയാണ്, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും കേരളത്തിന് വേണ്ടി ഞാൻ സംസാരിക്കണോ, ഞാൻ കേരളത്തിൽ വരണോ, കേരളത്തിന് വേണ്ടി ഒരു പ്രശ്നം പാർലമെന്റിൽ ഉന്നയിക്കണോ, അതോ കേരളത്തിന്റെ ഒരു പ്രശ്നവും എവിടെയെങ്കിലും ഉന്നയിക്കണോ, നിങ്ങൾ എന്നോട് പറഞ്ഞാൽ മാത്രം മതി, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാവും. I'd like to thank all of you for coming here. It's very hot. You came here, you listened to me so affectionately and lovingly. I'd like to thank you, and I'd also like to wish you a very, very happy Easter and a happy Vishu. നിങ്ങളോട്, നിങ്ങൾ ഈ വലിയ ചൂടത്തും ഇവിടെ വന്ന് വളരെ സ്നേഹത്തോടു കൂടി ഞാൻ പറയുന്നത് കേട്ടു, അതിന് ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമുള്ള ഒരു ഈസ്റ്ററും വിഷുവും ഞാൻ ആശംസിക്കുന്നു. Thank you very much. Namaskar. നന്ദി.